ഇന്നേ ഒരു പുതിയ ഐറ്റം അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മരച്ചീനി എടുത്തിട്ടുണ്ട്. മരച്ചീനി എടുത്ത് ഇങ്ങനെ നീളത്തിനരിഞ്ഞ് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രഷ് മരച്ചീനിയല്ല, 2 ദിവസം ആയതാണ്, അതുകൊണ്ടാണ് ഇന്നലെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാളയുടെ ഉണക്കമീനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണക്കമീനും മരച്ചീനിയും കൂടെ ഉള്ള ഒരു അവിയലാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പണ്ടൊക്കെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു കറി ഇതായിരുന്നു. ഉണക്കമീൻ കിട്ടുവാണെങ്കിൽ അവർ ഒരു അവിയൽ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കും, മരച്ചിനിയും കൂടെ ഉണ്ട്. പണ്ടൊക്കെ മരച്ചിനിയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മരച്ചിനിയെ നല്ലവണ്ണം കഴുകി നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്, ഒരു 4-5 വെള്ളം കഴുകിയിട്ട് ഇതിനെ നമുക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. മരച്ചീനി കൂടുതൽ നിങ്ങൾക്ക് അവിയൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകണ്ട, ഇച്ചിരി ഒരു വേവുള്ളൂ. ഒരുപാട് വെന്ത് പോയി അവിയൽ കൊഴിഞ്ഞു പോവും. നമുക്ക് അവിയലാകുമ്പോൾ തുറയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം തിളക്കട്ടെ. ആ സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാം. ആ കൂട്ടിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇച്ചിരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരല്പം പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് നെല്ലിക്ക് വലിപ്പമോളം ഉള്ള പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. സാധാരണ അവിയലിന് നമ്മൾ പുളി വലുതായിട്ട് ചേർക്കാറില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി അവിയലിനൊന്നും പുളി വലുതായിട്ട് ഉപയോഗിക്കില്ല, അവസാനം അല്പം തൈരാണ് ചേർക്കുന്നത് അല്ലേ. ഇതിന് നമുക്ക് പുളി ചേർക്കാം. ഇനി നമുക്ക് ആ അടുപ്പിൽ വെച്ചിരുന്ന മരച്ചീനി എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് വെന്ത് കൊഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാർത്തെടുക്കാം. അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ. സാധാരണ നമ്മുടെ ഉണക്കമീൻ വേകാനുള്ള വെള്ളം വേണമല്ലോ, അതനുസരിച്ച് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇത്രയും വെള്ളം വേണം. വെള്ളം കുറച്ചുകൂടെ തേങ്ങ ഒക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവിയലിന് അരപ്പും ഗ്രേവിയൊക്കെ കിട്ടും. ഇതിപ്പം വേണ്ടല്ലോ. നമുക്കിനിയിപ്പം ആ അടുപ്പിൽ വെച്ചിരുന്ന കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഒക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങോട്ട് താഴെ ഇറക്കി വെച്ച് വാർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ആ അരപ്പൊഴിച്ചിട്ട്, വേണമെങ്കിൽ മീൻ ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഞാനൊരു പാത്രത്തിലാണ് 2 മുളക്, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഗ്യാസിലോട്ട് വച്ചിട്ട്, പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ആ ഉണക്കമീൻ അതും കൂടെ ഇതിലോട്ട് തട്ടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഗ്യാസിലോട്ട് വച്ച് വേവിക്കാനുള്ള, നമ്മൾ സാധാരണ വേവിക്കുന്ന അതേ വേവിൽ നമുക്ക് വേവിച്ചെടുക്കണം. മീൻ ഉണ്ടാക്കുന്ന ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയം ഉരുളിയിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഏതിൽ വേണോ വയ്ക്കാം, നമുക്ക് അതിനൊന്നും കുഴപ്പമില്ല. കുക്കറിലൊന്നും വയ്ക്കാതിരുന്നാൽ മതി. ഇത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തിളയ്ക്കട്ടെ. നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനെ അടച്ചിടുമ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അടച്ചിടാം. എടുത്ത് നോക്കിയപ്പോൾ ഇച്ചിരി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ആ കൂട്ടൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ അടുപ്പിൽ കിടന്ന് കുറച്ചുകൂടെ ഗ്രേവി വറ്റട്ടെ. അപ്പോൾ ഈ ഉണക്കമീനെല്ലാം നല്ല വെന്ത് കിട്ടും. ഇനി നമുക്ക് വാർത്ത് വച്ചിരുന്ന മരച്ചീനി അല്ലെങ്കിൽ കപ്പ ഇതിലോട്ട് നമുക്ക് തട്ടാം. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റും കൂടെ ഇതും കൂടെ കിടന്നൊന്ന് വേവട്ടെ. നല്ല മണം കേട്ടോ, ആ ഉണക്കമീനിൻ്റെയും മരച്ചീനി തട്ടിയപ്പോൾ, ആ കപ്പ തട്ടിയപ്പോഴുള്ളൊരു മണം കൂടെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ചോറുണ്ണാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. നല്ല മണമാകട്ടെ ഇത് വയ്ക്കുമ്പോൾ. ഈ വാള, എനിക്ക് കിട്ടിയത് വാളയുടെ ഉണക്കമീനാണ്. അയല, ചാള ഇതൊക്കെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. നൊത്തോലിയുടെ ഉണക്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. നമുക്ക് 2 മിനിറ്റ് കൂടെ അടച്ചിടാം. അടച്ചിട്ട് കഴിയുമ്പോൾ ഇതെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ ഈ കാണുന്നത് പോലെ തന്നെയാണ് ടേസ്റ്റും. ഇച്ചിരി ഗ്രേവിയോ, ഇത് പെട്ടെന്ന് വറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ഇനി കിടന്ന് ഒരുപാട് വറ്റണ്ട. ഇപ്പം തന്നെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതാണ്ടോ, കണ്ടോ ഗ്രേവി കണ്ടോ, നല്ല മരച്ചിനിയൊക്കെ നല്ല വെന്ത് ഇങ്ങനെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റാം.
ഓക്കെ, നിങ്ങൾക്ക് ഏത് ഉണക്കമീൻ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇതാ നോക്കിക്കേ, അടിപൊളി കപ്പയും ഉണക്കമീനും കൂടെ ഉള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് വച്ച് നോക്കണം. ഓക്കെ, ബൈ.